ദുരിതത്തിൽ വല്ലാതെ അനുഭവിക്കുന്നവർക്ക് ജീവശ്വാസമാകാൻ തിരുവനന്തപുരം മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത്. പ്രകൃതി ദുരിതത്തിൽ വീട് അന്യമായ കുടുംബത്തിന് സ്നേഹത്തിന്റെ ആദ്യവാതിൽ പഞ്ചായത്തിൽ തുറന്നു. 32 കുടുംബങ്ങളെ കൂടി ഏറ്റെടുക്കാൻ ആദ്യഘട്ടത്തിൽ സന്നദ്ധമായി ഹൃദയമുള്ളവരെത്തി. വി വിനോദിന്റെ റിപ്പോർട്ട്. ഇവിടെ അടുക്കളയല്ല, ഇവിടെ മൊത്തത്തിൽ തുറന്നിട്ടെന്നിരിക്കുക. എന്തും ചെയ്യാം. തെക്കനെയും മൂർഖനെയും ഒരുമിച്ച് കണ്ടാൽ തെക്കനെ ആദ്യം തള്ളണമെന്ന് പ്രതിലോമകരമായ ചിന്തയുള്ള ചിലർ പറയും. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. വേദനയിൽ നെഞ്ചുപൊട്ടി നിൽക്കുന്ന കേരളത്തിന് തെക്ക് സ്നേഹത്തിന്റെ വാതിലുകൾ തുറന്നിടുകയാണ്. കോഴിക്കോട്ട് നിന്ന് ദുരന്തത്തിന്റെ ഇരയായി തെക്ക് ഇങ്ങ് തിരുവനന്തപുരത്തെത്തിയ ഒരു കുടുംബത്തിന് വീടിന്റെ സ്നേഹവാതിലുകൾ തുറന്നുകൊടുത്ത ഒരു മനുഷ്യസ്നേഹിയെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരനായ വിഷ്ണുവിനോട് സംസാരിക്കുകയാണ്. വിഷ്ണു, ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്തിടെ തന്നെ ഒരു നേതാവ് പറഞ്ഞത്, രാമലക്ഷ്മണന്മാർ ലങ്കയിൽ നിന്ന് സഞ്ചരിച്ചു പോകുമ്പോൾ ലക്ഷ്മണന്റെ ഹൃദയത്തിൽ ചില തെറ്റായ ചിന്തകൾ വരികയും രാമനത് മനസ്സിലാക്കുകയും തെക്കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്നും, തൃശ്ശൂർ കഴിയുമ്പോൾ, അന്ന് ജില്ലാടിസ്ഥാനത്തിലൊന്നും ആയിട്ടില്ല, ആ പ്രദേശം കഴിയുമ്പോൾ എൻ്റെ ചിന്ത മാറിക്കൊള്ളും, അതായത് തെക്ക് മോശമാണെന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയായിരുന്നു ആ നേതാവ്. പക്ഷെ അങ്ങനെ അല്ല, ഒരു പുതിയ പാഠം, ഒരു പുതിയ അനുഭവം തുറക്കുകയാണ് തെക്ക്. വിഷ്ണു, പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ശരിക്കും മനുഷ്യസ്നേഹത്തിന് തെക്കും പടിഞ്ഞാറൊന്നുമില്ല. ഇവിടെ നമുക്ക് രാഷ്ട്രീയം, അതായത് പ്രത്യേകിച്ചൊരു കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതി മതം അങ്ങനെ ഒരു വ്യത്യാസത്തിൽ തുടങ്ങിയ ഒരു സംവിധാനമല്ല ഈ സ്നേഹത്തണലെന്ന് പറയുന്നത്. ഈ ദുരിതബാധിത മേഖലയിൽ ഒരുപാട് പേര് കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർ അങ്ങനെ അധികം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല ഇതുവരെയും. പക്ഷേ ഞങ്ങൾക്ക് വരുന്ന ഓരോ കോളുകളും വയനാട്, കോഴിക്കോട്, എറണാകുളം എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് കോളുകൾ ശരിക്കും ഞങ്ങൾക്ക് നല്ല ഊർജം പകർന്നു തരുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരെ സഹായിക്കാനായിട്ട്. കാര്യം ഓരോ ആൾക്കാരും വിളിച്ചിട്ട് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ട് അനുഭവിക്കരുത്, നിങ്ങൾ ഇനിയും ഇതുപോലെയുള്ള സഹായ പ്രവർത്തനങ്ങൾ ചെയ്യണം. കാര്യം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം, അതായത് സാമ്പത്തികമായിക്കോട്ടെ, ഭക്ഷണങ്ങളായിക്കോട്ടെ, എന്ത് സംവിധാനങ്ങൾ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ ഒരുപാട് പേര് ഇതിനോടകം തന്നെ ഞങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഇത് മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായ സുരേഷ് ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ചിന്തയാണ് ഇന്ന് ഈ സംസ്ഥാനം മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിന് പ്രകാരമാണ് ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ വിളിച്ചു വരുന്നത്. ശരിക്കും നമ്മുടെ കുടുംബം, ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ഷെല്ലി വൈഗ എന്ന് പറയുന്ന മലയൻകീഴ് തന്നെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരു യുവ കവിയും കൂടെയാണ്. അപ്പോൾ ആദ്യത്തെ കുടുംബം പുള്ളിയെ വിളിക്കുകയും ഇങ്ങനെ ഒരു പ്രശ്നത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ആ ഒരു ആദ്യ വാക്കിൽ തന്നെ പുള്ളി പറഞ്ഞത്, കയറി പോന്നേക്കൂ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, വന്നേക്കൂ, ഇവിടെ പിന്നെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നാണ് പറഞ്ഞത്. ഏതാണ്ട് 32 വീട്ടുകാർ ഇങ്ങനെ സമ്മതം അറിയിച്ചിട്ടുണ്ടല്ലേ ഇവിടെ നിന്നുള്ള ആളുകൾ വരുമ്പോൾ അവരെ താമസിപ്പിക്കുക? അതെ, മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല, മലയൻകീഴുമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരുപാട് വീടുകൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് തന്നെ വിളിക്കുകയും എന്തെങ്കിലും സഹായം വേണം, അതായത് പാർപ്പിടമായാലും ഭക്ഷണമായാലും വീടുകളായാലും, ഈവൻ നെയ്യാറ്റിൻകര, മലയൻകീഴിൽ നിന്ന് മാറിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് നെയ്യാറ്റിൻകര, അവിടെ നിന്ന് പോലും ഒരുപാട് പേര് വിളിച്ച് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ആ വീടുകളെല്ലാം ഞങ്ങൾ ഇതിൻ്റെ അണ്ടറിൽ രജിസ്റ്ററും ചെയ്തിട്ടുണ്ട്. ഈ പൂതാടി, പുൽപ്പള്ളി പോലുള്ള സ്ഥലങ്ങളിൽ വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ വൈഫിൻ്റെ വീടൊക്കെ അവിടെയാണ്. അപ്പോൾ ഇങ്ങനെ കനത്ത മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ആശങ്കയുണ്ട്. നമ്മൾ പലതവണ അവിടെ പോയിട്ടുള്ളതാണ്, തിരുനെല്ലിയിൽ പോയിട്ടുള്ളതാണ്, കൽപ്പറ്റ, ബത്തേരി അവിടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾ, കോഴിക്കോടുള്ള ആളുകൾ, ഇവരെല്ലാം തന്നെ അങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറയുമ്പോൾ ഹൃദയം കൊണ്ട് നമുക്ക് വരുന്നൊരു വിഷമം കൂടിയാണ്. അവിടെയാണ് ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ അവർക്കിവിടെ ഒരു സ്വീകരണം അരളിക്കൊണ്ടുള്ള നമ്മുടെ ഒരു മനസ്സ് തുറക്കുന്നത്. മാത്രവുമല്ല, അവിടെ തൊഴിൽ നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, ജീവിതം നഷ്ടപ്പെട്ട് ഇവിടെ വരുന്നവർ ഇവിടേക്ക് എത്തുമ്പോൾ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതായത് ഞാൻ പറയുന്നത് സെക്രട്ടേറിയറ്റ് ഉണ്ട്, ക്ലിഫ് ഹൗസ് ഉണ്ട്, കന്റോൺമെന്റ് ഹൗസ് ഉണ്ട്, തൊഴിൽ സാധ്യതകളുണ്ട്, വിഴിഞ്ഞമുണ്ട്, അല്ലെങ്കിൽ വിമാനത്താവളത്തിന്റെ സാധ്യതകൾ, കോവളം, പൂവാറ്, വിനോദസഞ്ചാര മേഖലയാണെങ്കിൽ വർക്കല പോലുള്ള സ്ഥലങ്ങൾ, കൃഷി ചെയ്യാനാണെങ്കിൽ നമ്മുടെ കിഴക്കൻ മേഖലകൾ, അവർ എന്തുകൊണ്ടും സ്വീകരിക്കാൻ പറ്റുന്ന, അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന സ്കൂളുകൾ, അതെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് സ്ഥലവുമുണ്ട്, അവരെ നമുക്ക് ഏറ്റെടുക്കാം. അങ്ങനെ തന്നെയാണ്. അതെ 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 എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ. അതിനകത്ത് 2 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വിഷ്ണു ശേഖർ
2 രാജേഷ്. ഞങ്ങൾ 2 പേരും പഞ്ചായത്തിലെ ജീവനക്കാരാണ്. ആദ്യം ഞങ്ങളിതൊരു ഔദ്യോഗിക കർത്തവ്യമായിട്ടാണ് ഇത് ഏറ്റെടുത്തുവെങ്കിലും പല ആൾക്കാർ വിളിച്ച് ഞങ്ങളോട് പറയുന്ന വിഷമങ്ങൾ കേട്ടത് ശരിക്കും ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ ഒരു പ്രശ്നമായിട്ട് മാറുകയും ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന് ഉറപ്പ് ഞങ്ങൾ തരുന്നുണ്ട്. IB സതീഷ് MLA അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയണം. അതെ, IB സതീഷ് MLA പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭയിൽ പോലും പുള്ളിയുടെ ഓരോ പ്രവർത്തനങ്ങളും പേരെടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പുള്ളിയുടെ ഓരോ കർമ്മങ്ങളും നമ്മുടെ എല്ലാ കാട്ടാക്കട മണ്ഡലത്തിലുള്ള എല്ലാ പഞ്ചായത്തിൻ്റെ കീഴിലും എല്ലാ സ്ഥലങ്ങളിലും പുള്ളിയുടെ നല്ലൊരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ഈ പരിപാടിക്ക് പുള്ളിയുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ട്. നമുക്ക് ശ്രീ ഷെല്ലിയുടെ കാര്യങ്ങൾ കൂടി കേൾക്കാം. വലിയ മനസ്സിനുടമയാണ്. ഒരു വീട്, അങ്ങ് താമസിക്കുന്ന വീട്, കുടുംബത്തോടൊപ്പം താമസിക്കുന്ന വീട് മറ്റൊരു ഫാമിലിക്ക് വേണ്ടി കൂടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലെന്നറിയാം. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചിന്ത വന്നത്? സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെന്നുള്ള നിലയിൽ പൊതുവെ എല്ലാവരും വേദനിക്കുന്ന ഒരു സമയമാണല്ലോ. നമ്മൾ ഈ ന്യൂസിൽ ഇങ്ങനെ ഇത്രയും ദുരന്തങ്ങൾ കാണുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് എടുത്ത് കവിത എഴുതി ഒളിച്ചോടണം എന്ന് തോന്നിയില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിൽ എല്ലാവരെയും പോലെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ പോസ്റ്റ് കാണുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പോസ്റ്റ് കാണുന്നതും ആ പോസ്റ്റ് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ചെയ്യുന്നതും നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തത്. അത് കണ്ടിട്ടാണ് ഇവർ വിളിക്കുന്നതും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഈ വൈസ് പ്രസിഡൻ്റായ സുരേഷ് സഹോദരനെ വിളിച്ച് സംസാരിച്ച് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ഉടൻ തന്നെ വിളിച്ച് ഉടനെ അവിടുന്ന് തിരികുകയും ചെയ്തു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങനെ വീട് തുറന്നു കൊടുക്കാമെന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊരു നാടിൻ്റെ നന്മ കൂടിയായിട്ടാണ് മനസ്സിലാകുന്നത്. അതെ, ഇവിടെ നമ്മുടെ മലയങ്കര പഞ്ചായത്തിൻ്റെ ഒരു എല്ലാ പ്രവർത്തനങ്ങളും, കാരണം നമ്മൾ നാടായാലും എല്ലാം നല്ല സഹകരണത്തോടുകൂടി പോകുന്നവരാണ്. ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു കുളം തന്നെ കണ്ടല്ലോ. എല്ലായിടത്തും എല്ലാ പഞ്ചായത്തിലും കുളമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലയിലും നല്ല പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത്. അതിൻ്റെ ഒരു ബലം എന്ന് പറയുന്നത് നാട്ടുകാരാണ്. എല്ലാത്തിനും പൂർണ്ണ പിന്തുണ കൊടുക്കുന്നവരാണ്. നമ്മുടെ ഭക്ഷണവുമായിട്ടൊക്കെ ഇവർക്ക് സെറ്റാവാൻ പറ്റുന്നുണ്ടോ? അത് അവരുടെ അടുത്ത് ചോദിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് കോഴിക്കോട് നിന്ന് വന്ന കുടുംബം കൂടി ഇവിടെ ഉണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വേറൊരു വീട്ടിലേക്ക് വരികയാണ്. അവരുടെ ശൈലിയും രീതിയൊക്കെ ഉണ്ടാവും. മറ്റൊരു ഫാമിലിയായി വന്ന് കയറി കുറേ ദിവസം താമസിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ടാവും. എങ്ങനെ തോന്നുന്നു ഇപ്പോൾ? ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഭക്ഷണ സാഹചര്യത്തിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത്, കോഴിക്കോട് നിന്ന് ഞങ്ങൾ കഴിക്കുന്ന അതിനേക്കാൾ ഒന്നും കൂടെ മികച്ച ഫുഡാണ് ഈ വീട്ടിൽ കിട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ ടൗണിൽ കഴിച്ചപ്പോൾ എനിക്ക് എത്ര പോരാ. പക്ഷേ ഈ വീട്ടിൽ ബെറ്ററായ ഫുഡും കാര്യങ്ങളൊക്കെ. അതെ, കോഴിക്കോട് നിന്ന് വന്നതുകൊണ്ടാണ് ഹൽവയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമോ? അതെ, എല്ലാം ഉണ്ടാക്കാറുണ്ട്. എല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉന്നക്ക ഇതൊക്കെ നമുക്കിവിടെ ഇങ്ങനെ ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടാറുണ്ട്. വടക്കൻ വിഭവങ്ങളാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരുമിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷണ സാധനങ്ങളൂടെ ഒരുമിച്ചൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഇവിടെ അടുക്കളയല്ല, ഇവിടെ മൊത്തത്തിൽ തുറന്നിട്ടാന്നിരിക്കുക, എന്തും ചെയ്യാം. ഈ ഒരു സന്തോഷം കാണുന്നതാണ് നമുക്ക് സന്തോഷം കേട്ടോ. നമ്മളൊരു പ്രതിസന്ധിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ സന്തോഷത്തോടെ നിൽക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. എന്താണ് ജോലി? എന്തായിരുന്നു അവിടെ? മാപ്പിളകലാ പരിശീലകരാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് മാപ്പിളകലാ രംഗത്ത് പരിശീലന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സബ് ജില്ലാ, ജില്ലാ, സ്റ്റേറ്റ് NGO കലോത്സവങ്ങളും പരിശീലകർ കുട്ടികളെ മത്സരത്തിന് വേണ്ടി എന്നെ തയ്യാറാക്കുക. ഇതാണ് നമ്മൾ ജോലി. അപ്പോൾ ഇപ്പോൾ ഈ സാഹചര്യം ആയതുകൊണ്ട് പൊതുവെ എല്ലായിടത്തും ഒരു മന്ദീഭവിച്ച അവസ്ഥയാണ്. ഈ കലാമേഖല കഴിഞ്ഞ പ്രളയം വന്ന അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ സ്വാഭാവിക ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടു. അപ്പോൾ അവരെ സ്വാഗതം ചെയ്തു. ഇപ്പോൾ സാഹചര്യം നമ്മൾ അവിടുത്തെ വീടിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? അവിടെ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ മതിൽ ഇടിഞ്ഞിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നു ചോദിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ചുറ്റ് 4 ഭാഗത്തും വെള്ളക്കട, ഒരു ദ്വീപിൻ്റെ നടുവിൽ പെട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മകളാണല്ലേ? മകളാണ്. പേരെന്താ? ഏതിലാ പഠിക്കുന്നത്? 9th. അപ്പോൾ ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം. തിരുവനന്തപുരത്ത് ഒരുപാട് നല്ല സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ. ഇവിടെ തന്നെ അങ്ങ് കൂടിയിട്ടെ ഇവിടെ ഏതെങ്കിലും നല്ല സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എന്നോട് ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ അഡ്മിഷൻ എടുത്ത് വൈകിന്റെ കൂടെ പോയിക്കോളും എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അവിടെ ഭൂമി ഉണ്ടെങ്കിൽ ഇനി അങ്ങനെ കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ കൃഷിക്കൊക്കെ ഉപയോഗിച്ചിട്ട് താമസം തിരുവനന്തപുരത്തോട്ടാണ്.
ഇങ്ങനെ ഒരുപാട് പേർ പ്രതിസന്ധിയിലുണ്ട്. ചൂരൽമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും ആളുകൾ പ്രതിസന്ധി നേരിടുന്നു. മുണ്ടക്കയിൽ ഉൾപ്പെടെയും ഇപ്പോഴും ആളുകൾ ഇവിടേക്ക് വിളിക്കുന്നുണ്ട്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അവരെല്ലാം ഉൾക്കൊള്ളാൻ, അവർക്കെല്ലാം സ്നേഹം പകരാൻ മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ്. അതിൻ്റെ ജനപ്രതിനിധികൾ തയ്യാറാണ്. ഹരി വിതിരയ്ക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. 7 സർവകലാ